ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. 11 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ കൂടുന്നു. പക്ഷേ ആഘോഷങ്ങളൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടല്ലേ ഞങ്ങൾ ഒരുമിച്ചുള്ള, അപ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കണം. എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. കാരണം പറയും ഒന്നും വേണ്ട, എന്തിന്. പക്ഷേ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞാനായിട്ട് അങ്ങോട്ടൊന്നും കൊടുത്തിട്ടോ ഒരു കാര്യങ്ങൾ അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും ചെയ്യണം, അടുത്തുള്ള ഇല്ലയോ. ഇത്രയും നാൾ പ്രവാസിയായപ്പോൾ അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിരുന്നു എൻ്റെ കൂടെ വന്നത്. ആദ്യം അതിൻ്റെ ഇടയ്ക്ക് വന്ന് എപ്പോഴും വിതുമ്പി എനിക്ക് പറയാമെന്ന് ഞാൻ ഇങ്ങനെ മിണ്ടായിരിക്കും. കാരണം അതിൻ്റെ ഇടയ്ക്ക് പിരിവിനൊക്കെ പോയിട്ട് വന്ന് കളക്ഷനൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് ഫുഡൊക്കെ കൊടുത്തിട്ട് കൊടുക്കാതെ വെച്ചു. കൊടുത്തപ്പോഴത്തേനും ആൾ പൊട്ടിക്കുന്നില്ല. വേണ്ട, ഇപ്പോൾ പൊട്ടിക്കേണ്ട. പക്ഷേ ആൾക്കായിട്ടൊന്നും മേടിക്കുകയോ ഒന്നും ഇതുവരെയായിട്ട് ചെയ്തില്ല. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വന്നാലും ഡ്രസ്സ് എടുക്കാനും പെരുന്നാൾ വന്നാലും എല്ലാത്തിനും അണ്ണൻ അവരുടെ എല്ലാം ഓക്കെയാണ്. എല്ലാം എൻ്റെ കാര്യങ്ങളായാലും എല്ലാം നോക്കി എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അണ്ണനായിട്ട് അണ്ണൻ ഒരു കാര്യങ്ങൾ മേടിക്കുകയോ എന്തായാലും ഡ്രസ്സായാലും അങ്ങനെയൊന്നുമില്ല. അണ്ണൻ നമ്മുടെ കാര്യങ്ങളാണ് ആദ്യം. അണ്ണൻ ഒരു പാൻറ്റോ ഒരു ഷർട്ടോ ഞങ്ങൾ ഇത്രയും മതി, ഇതാണ് ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അണ്ണനെ എന്നെക്കൊണ്ട് ഒക്കാന്ന് വെച്ച് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു. അണ്ണൻ്റെ പൈസയാണ്, പക്ഷേ അണ്ണൻ എനിക്ക് തന്നതിൽ ഞാൻ മാറ്റി വെച്ച് മേടിച്ചതാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്. എനിക്കിത് വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റാണ്. പക്ഷേ അണ്ണൻ ഇട്ട് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.